+1 ബോട്ടണിയിലെ 10ാം ചാപ്റ്ററായ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആയി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജൂസ് സയൻസ് വേൾഡ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Question number 1. Anaerobic respiration is also occurs in animal cells. Suggest an occasion for this. ജന്തുകോശങ്ങളിൽ അവായു ശ്വസനവും നടക്കാറുണ്ട്. ഒരു സന്ദർഭം എഴുതുക. ആൻസർ: ഡ്യൂറിങ് എക്സസൈസ് ഇൻ മസിൽ സെൽസ്. എക്സസൈസ് ചെയ്യുമ്പോൾ മസ്കുലർ സെൽസിൽ നടക്കുന്ന കോശശ്വസനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ തികയാതെ വരുമ്പോൾ അവിടെ അവായു ശ്വസനം നടന്ന് ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ മസ്കുലർ ഫെറ്റീഗ് ഉണ്ടാകുന്നു. ഇത് ഒരു അനേറോബിക് പ്രവർത്തനമാണ്. കടുത്ത വേദനയോടുകൂടിയ ഈ അവസ്ഥ മറികടക്കാൻ സെല്ലുകൾക്ക് ഓക്സിജൻ കിട്ടി സാധാരണ നിലയിലുള്ള റെസ്പിറേഷൻ നടന്ന് ഊർജം ഉപയോഗിച്ച് നോർമൽ പ്രവർത്തനത്തിലേക്ക് വന്നേ മതിയാകൂ. അതിനായി നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വിശ്രമിക്കുക. Question number 2. Glycolysis is present in all organisms and it is the only process of respiration in anaerobic organisms. ഗ്ലൈക്കോളിസിസ് എല്ലാ ജീവികളിലും നടക്കുന്നു. അവായു ശ്വസന ജീവികളിൽ ഇത് മാത്രമാണ് ഏക ശ്വസന പ്രക്രിയ. എ. What is glycolysis? ഗ്ലൈക്കോളിസിസ് എന്നാൽ എന്ത്? ബി. Where does glycolysis occur? ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുന്നു? സി. ഗ്ലൈക്കോളിസിസ് ഈസ് എ പാർഷ്യൽ ഓക്സിഡേഷൻ. ജസ്റ്റിഫൈ. ഇതൊരു ഭാഗിക ഓക്സീകരണമാണ്. സാധൂകരിക്കുക. ഡി. കാൽക്കുലേറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് സിന്തസൈസ്ഡ് ഇൻ ഗ്ലൈക്കോളിസിസ് ബൈ ദി പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഒരു തന്മാത്ര ഗ്ലൂക്കോസിൻ്റെ ഭാഗിക ഓക്സീകരണം മുഖാന്തരം ഉണ്ടാകുന്ന ആകെ ATP തന്മാത്രകൾ എത്രയെന്ന് കണക്കാക്കുക. ആൻസർ: ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് into pyruvic acid is known as glycolysis and it is occurring in the cytoplasm or cytosol. Glycolysis is a partial oxidation. Glucose undergoes partial oxidation to form 2 molecules of pyruvic acid. Formation of pyruvic acid and less amount of energy is released in this process. So it is a partial oxidation. Answer to D question: from 1 molecule of glucose, 2 molecules of pyruvic acid are formed. 2 molecules of ATP are formed for each molecules of pyruvic acid formed. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടാകും. ഓരോ പൈറുവിക് ആസിഡ് മോളിക്യൂൾ ഉണ്ടാകുന്നതിനൊപ്പം 2 ATP മോളിക്യൂൾസ് കൂടി ഉണ്ടാകും. സോ ടോട്ടൽ 4 ATP molecules are formed during the glycolysis. 2 ATP molecules are initially consumed in the phosphorylation reactions. ഗ്ലൈക്കോളിസിൻ്റെ ആദ്യ ഭാഗത്ത് 4 ATP ഉണ്ടാവുകയും എന്നാൽ തുടക്കത്തിൽ അതിൽ നിന്ന് 2 ATP മോളിക്യൂൾസ് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഗ്ലൈക്കോളിസിൻ്റെ നേരിട്ടുള്ള ATP പ്രൊഡക്ഷൻ, നെറ്റ് പ്രൊഡക്ഷൻ എന്നുള്ളത് 4 - 2 ഈക്വൽസ് 2 ATP ആണ്. ദി നെറ്റ് ഗെയിൻ ഓഫ് ATP വിൽ ബി 4 - 2 ഈക്വൽസ് 2 ATPs. Thus 2 ATP molecules are directly synthesized in glycolysis. During glycolysis, 2 molecules of NAD plus are reduced to 2 molecules of NADH. 1 molecule of NADH yields 3 ATPs. Therefore, the net gain of ATP in glycolysis is 2 plus 6 equals 8 ATPs. Thus, the net outcome of glycolysis is 2 ATP molecules and 2 NADH molecules. ഒരു NADH മോളിക്യൂളിൽ നിന്ന് പിന്നീട് 3 ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അപ്പോൾ 2 NADH മോളിക്യൂളിൽ നിന്ന് 3 × 2
6 എ ടി പി മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. NADH നിന്നുണ്ടാകുന്ന 6 ATPയും നേരിട്ട് നെറ്റ് ഗെയിൻ ആയിട്ടുള്ള 2 ATPയും കൂട്ടിച്ചേർത്താൽ 8 ATP ആണ് ഗ്ലൈക്കോളിസിസിൻ്റെ റിസൾട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ. കോശശ്വസനത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. എ. വിച്ച് ഓർഗനൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്രോസസ്. ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കോശാംഗമേത്. ബി. നെയിം ദി ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ദാറ്റ് ഈസ് കോമൺ ടു ബോത്ത് എയറോബിക് ആൻഡ് അൺഎയറോബിക് റെസ്പിറേഷൻ. ഈ പ്രക്രിയയിൽ വായുശ്വസനത്തിലും അവായുശ്വസനത്തിലും കൂടി കാണപ്പെടുന്ന കോശശ്വസനത്തിലെ ഘട്ടമേത്. സി. ഡ്രോ ദി സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് ഫേസ്. ഈ ഘട്ടത്തിൻ്റെ രേഖാചിത്രം വരയ്ക്കുക. ആൻസർ. ദി ഓർഗനൽ അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്രോസസ് ദാറ്റ് ഈസ് cellular respiration is mitochondria, and the first phase which is common to both aerobic and anaerobic condition is glycolysis. The process of division of glucose into pyruvic acid molecules is called glycolysis. ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. 6 കാർബൺ കോമ്പൗണ്ടായ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും 3 കാർബൺ കോമ്പൗണ്ടായ 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. നൗ ഒബ്സർവ് ദി സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഗിവൺ ബിലോ. ഈ രേഖാചിത്രം പല പ്രാവശ്യം വരച്ച് എഴുതി പഠിക്കുക. ഇനി പറയുന്ന എക്സ്പ്ലനേഷൻ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇപ്പോൾ എഴുതേണ്ടതില്ല. എന്നിരുന്നാൽ തന്നെയും പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന അർത്ഥമുള്ള ഗ്ലൈക്കോസ്, വിഘടനം എന്ന അർത്ഥമുള്ള ലൈസിസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഗ്ലൈക്കോളിസിസ് എന്ന പദം രൂപം കൊണ്ടത്. ഗ്ലൈക്കോളിസിസിൻ്റെ പദം വിശദമാക്കിയത് ഗുസ്റ്റാവ് എംഡൺ, ഓട്ടോ മെയറോഫ്, ജെ പർനാസ് എന്നീ ശാസ്ത്രജ്ഞരാണ്. അതിനാൽ ഗ്ലൈക്കോളിസിസിനെ EMB പാത്വേ അല്ലെങ്കിൽ എംഡൺ മെയറോഫ് പർനാസ് പാത്വേ എന്നും അറിയപ്പെടുന്നു. അൺഎയറോബിക് റെസ്പിറേഷനിൽ നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് മാത്രമാണ്. എല്ലാ ജീവികളിലും ഗ്ലൈക്കോളിസിസ് നടക്കുന്നു. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന ഈ പ്രക്രിയയിൽ ഗ്ലൂക്കോസിന് ഭാഗികമായ വിഘടനം സംഭവിച്ച് പൈറുവിക് ആസിഡിൻ്റെ 2 തന്മാത്രകൾ ഉണ്ടാകുന്നു. സസ്യങ്ങൾക്ക് ഗ്ലൂക്കോസ് ലഭിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അവസാന ഉൽപ്പന്നമായ സുക്രോസിൽ നിന്നോ സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നോ ആണ്. ഇൻവെർട്ടേസ് എന്ന രാസാഗ്നി സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. ഈ 2 മോണോസാക്രൈഡുകളും നേരിട്ട് ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ പ്രവേശിക്കുന്നു. ഗ്ലൈക്കോളിസിസ് സ്കീം പരിചയപ്പെടാം. ഹെക്സോകൈനേസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തന ഫലമായി ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫോസ്ഫോറിലേഷൻ നടന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഫോസ്ഫോറിലേഷൻ നടന്ന ഈ ഗ്ലൂക്കോസ് ഐസോമറൈസേഷൻ വിധേയമായി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി തീരുന്നു. ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും തുടർന്ന് സംഭവിക്കുന്ന ഉപാപചയ ഘട്ടങ്ങൾ ഒന്ന് തന്നെയാണ്. ഗ്ലൈക്കോളിസിസിൽ വിവിധ എൻസൈമുകളുടെ നിയന്ത്രണത്തിൽ തുടർച്ചയായി 10 രാസപ്രവർത്തനങ്ങൾ ഒരു സീരീസായി നടക്കുന്നു. തൽഫലമായി ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡുകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിസിൻ്റെ ഘട്ടങ്ങൾ പഠിക്കുമ്പോൾ ATPയുടെയും NADH+H+ൻ്റെയും ഉപയോഗവും നിർമ്മാണവും നടക്കുന്ന ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ATP ഉപയോഗിക്കുന്നത് 2 ഘട്ടങ്ങളിലാണ്. ആദ്യമായി ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റായി മാറ്റുന്ന പ്രക്രിയയിലാണ്. രണ്ടാമത് ഉപയോഗിക്കുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റായി മാറുമ്പോഴും. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിൻ്റെ വിഘടന ഫലമായി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് എന്നീ 2 മോളിക്യൂളുകൾ ഉണ്ടാകുന്നു. 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് അല്ലെങ്കിൽ BPGA ആയി മാറുന്നു. ഈ സമയം ഒരു NAD+ NADH ആയി റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അടുത്ത ഘട്ടത്തിൽ 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ്
3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി മാറുന്നു, 3-PGA ആയി മാറുന്നു. ഈ ഘട്ടത്തിൽ ഒരു ADP ഫോസ്ഫോറിലേഷൻ നടന്ന് ATP ആയി മാറുന്നു. ഇങ്ങനെയുണ്ടായ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി മാറുന്നു. 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെട്ട് ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ്, ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്, ഉണ്ടാകുന്നു. ഈ ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ് PEP പിന്നീട് പൈറുവിക് ആസിഡായി മാറുന്നു. ഈ ഘട്ടത്തിൽ ഒരു ADP ഫോസ്ഫേറ്റുമായി കൂടിച്ചേർന്ന് ATP ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ ഗ്ലൈക്കോളിസിസ് തുടങ്ങുന്ന സമയത്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റിൻ്റെ മോളിക്യൂളായി മാറുന്ന സമയത്ത് 2 ഘട്ടങ്ങളിലായി 2 ATP മോളിക്യൂൾസ് ഉപയോഗപ്പെടുത്തുന്നു. പിന്നീട് 3-ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് പൈറുവിക് ആസിഡായി മാറുന്ന പ്രോസസ്സിൽ 2 ATP മോളിക്യൂൾസ് നേരിട്ട് നിർമ്മിക്കപ്പെടുന്നു. കൂടാതെ ഒരു NADH+H+ മോളിക്യൂൾ നിർമ്മിക്കപ്പെടുന്നു. ഒരു NADH+H+ മോളിക്യൂൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പിന്നീട് കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് 3 ATP മോളിക്യൂൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഗ്ലൈക്കോളിസിൻ്റെ ഇതേ പ്രോസസ്സിലൂടെ കടന്നുപോയി അതിൽ നിന്നും ഒരു NADH മോളിക്യൂളും 2 ATP മോളിക്യൂൾസും ഉണ്ടാക്കപ്പെടുന്നു. അങ്ങനെ തുടക്കത്തിൽ 2 ATP മോളിക്യൂൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നീട് 4 ATP മോളിക്യൂൾസ് നേരിട്ടും 2 NADH മോളിക്യൂൾസിൻ്റെ നിർമ്മാണത്തിലൂടെ 6 ATP മോളിക്യൂൾസും കൂടെ 6-4 10 ATP മോളിക്യൂൾസാണ് ഗ്ലൈക്കോളിസിസ് വഴി ആകെ ഉണ്ടാകുന്നത്. ഈ 10 ATP മോളിക്യൂൾസിൽ നിന്നും ആദ്യം ഉപയോഗിച്ച 2 ATP മോളിക്യൂൾസ് കുറച്ചാൽ ബാക്കി 8 ATP മോളിക്യൂൾസ് ആണ് ഉള്ളത്. ഇതാണ് നെറ്റ് ഗെയിൻ ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ്, ദാറ്റ് ഈസ് 8 ATPs. ഗ്ലൈക്കോളിസിസിൻ്റെ പ്രധാന ഉൽപ്പന്നം പൈറുവിക് ആസിഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. During terminal oxidation, electrons in the hydrogen atoms are transported to the oxygen through a series of electron carriers in ETS. The electron carriers are given below: FMN, FAD, ubiquinone, FES, cytochrome A, cytochrome B, cytochrome C, cytochrome A3, etc. ടെർമിനൽ ഓക്സിഡേഷൻ്റെ സമയത്ത് ഇലക്ട്രോണുകൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഓക്സിജനിലേക്ക് മാറുന്നു. ഇതിനായി ഇലക്ട്രോണുകളുടെ വാഹകരെ ഉപയോഗിക്കുന്നു. പ്രധാന ഇലക്ട്രോൺ വാഹകരാണ് FMN, FAD, യുബിക്വിനോൺ, FES, സൈറ്റോക്രോം A, സൈറ്റോക്രോം B, സൈറ്റോക്രോം C, സൈറ്റോക്രോം A3 എന്നിവ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ETS വിത്ത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. രേഖാചിത്രത്തിൻ്റെ സഹായത്തോടുകൂടി ETS വിവരിക്കുക. B. Where does ETS occur? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എവിടെ? ആൻസർ: ദി സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റം ഈസ് ആസ് ഫോളോസ്. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ വളരെ നന്നായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഗ്ലൈക്കോളിസിസിൻ്റെയും ക്രബ് സൈക്കിളിൻ്റെയും ഫലമായി ഉണ്ടായിട്ടുള്ള NADH+H+ മോളിക്യൂൾസും FADH2 മോളിക്യൂൾസും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നുപോയി ATP നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു. ഈ ATP നിർമ്മാണമാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നടക്കുന്നത്. ദി ഫുൾ ഫോം ഓഫ് NAD ഈസ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആൻഡ് FAD ഈസ് ഫെറഡോക്സിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്. ദേ ആർ കോഎൻസൈംസ്. ADPയോടുകൂടി ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടിച്ചേർന്ന് ATP ഉണ്ടാകുന്ന പ്രോസസ്സ് ആണല്ലോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. NADH2, FADH2 എന്നീ മോളിക്യൂളുകൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ച് ATP ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്
ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ NADH2 നിന്നും FADH2 നിന്നും എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്നത്. വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കാം. ശ്വസന പ്രക്രിയയിൽ NADH+, H+, FADH2 എന്നിവയിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തെ സ്വതന്ത്രമാക്കി ഉപയോഗിക്കുക എന്നതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ദി റെസ്പിറേറ്ററി പ്രോസസ് ഈസ് to release and utilize the energy stored in NADH2 and FADH2. ഇവ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് ഇലക്ട്രോണുകൾ ഓക്സിജന് നൽകി ജലം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത് സാധ്യമാവുന്നത്. This is accomplished when they are oxidized through the electron transport system and the electrons are passed on to oxygen, resulting in the formation of H2O, water. ഇലക്ട്രോൺ സിസ്റ്റത്തിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയെ ഇലക്ട്രോൺ സംവഹന വ്യവസ്ഥ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നു. The metabolic pathway through which the electron passes from one carrier to another is called the electron transport system, ETS. The figure is showing the ETS. ഇത് മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്ഥലത്തിലാണ്, ഇന്നർ മെംബ്രെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുമ്പോൾ, അതായത് ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ ഉണ്ടാകുന്ന NADH നിന്നുമുള്ള ഇലക്ട്രോണുകളെ NADH ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ് 1 ഓക്സീകരിക്കുന്നു. Electrons from NADH produced in the mitochondrial matrix during citric acid cycle are oxidized by an NADH dehydrogenase, that is complex 1, and electrons are then transferred to ubiquinone located within the inner membrane. തുടർന്ന് ഇലക്ട്രോണുകളെ ആന്തരസ്ഥലത്തിൽ കാണപ്പെടുന്ന യുബിക്വിനോണിന് കൈമാറുന്നു. കൂടാതെ സിട്രിക് ആസിഡ് ചക്രത്തിൽ സക്സിനേറ്റിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ FADH2 കോംപ്ലക്സ് 2 FADH2 അതായത് കോംപ്ലക്സ് 2 യൂബിക്വിനോൺ നിരോക്സീകാരികളെ സ്വീകരിക്കുന്നു. യൂബിക്വിനോൺ ഓൾസോ റിസീവ്സ് റെഡ്യൂസിങ് ഇക്വലൻസ് വയ FADH2, that is complex 2, that is generated during oxidation of succinate in the citric acid cycle. ഇലക്ട്രോണുകൾ സൈറ്റോക്രോം BC1 കോംപ്ലക്സിലൂടെ, അതായത് കോംപ്ലക്സ് 3 സൈറ്റോക്രോം സിയിൽ എത്തുമ്പോൾ നിരോക്സീകരിക്കപ്പെട്ട യൂബിക്വിനോൺ ഓക്സീകരിക്കപ്പെടുന്നു. ദി റെഡ്യൂസ്ഡ് യൂബിക്വിനോൺ is then oxidized with the transfer of electrons to cytochrome C via cytochrome BC1 complex 3. Cytochrome C is a small protein attached to the outer surface of the inner membrane and acts as a mobile carrier for transfer of electrons between complex 3 and complex 4. ആന്തരസ്ഥലത്തിൻ്റെ ബാഹ്യപ്രതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു ചെറിയ പ്രോട്ടീനാണ് സൈറ്റോക്രോം സി. ഇത് കോംപ്ലക്സ് 3നും 4നും ഇടയിൽ ഒരു സഞ്ചരിക്കുന്ന ഇലക്ട്രോൺ വാഹകനായി വർത്തിക്കുന്നു. സൈറ്റോക്രോം എ, സൈറ്റോക്രോം A3, 2 കോപ്പർ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സൈറ്റോക്രോം സി ഓക്സിഡേസ് ആണ് കോംപ്ലക്സ് 4. കോംപ്ലക്സ് 4 refers to cytochrome C oxidase. This complex is containing cytochromes A and A3 and 2 copper centers. ഇലക്ട്രോൺ സംവഹന ശൃംഖലയിലെ 1 മുതൽ 4 വരെയുള്ള കോംപ്ലക്സുകളിലൂടെ ഒരു വാഹകനിൽ നിന്ന് മറ്റൊരു വാഹകനിലേക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുമ്പോൾ അവ ATP സിന്തേസുമായി ചേർന്ന്, ATP സിന്തേസിനെ കോംപ്ലക്സ് 5 എന്ന് പറയുന്നു, അകാർബണിക ഫോസ്ഫേറ്റ്, ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് ADPയിൽ നിന്നും ATP ഉൽപ്പാദിപ്പിക്കുന്നു. When the electrons pass from one carrier to another via complex 1 to 4 in the electron transport chain, they are coupled
to ATP synthase, that is complex 5, for the production of ATP from ADP and inorganic phosphate. The number of ATP molecules synthesized depends on the nature of the donor, electron donor. ഇലക്ട്രോൺ ദാതാവിൻ്റെ പ്രകൃതമനുസരിച്ചാണ് നിർമ്മിക്കപ്പെടുന്ന ATP യുടെ എണ്ണം തീരുമാനിക്കുന്നത്. Oxidation of one molecule of NADH gives rise to 3 molecules of ATP, while that of one molecule of FADH2 produces 2 molecules of ATP. NADHൻ്റെ ഒരു തന്മാത്ര ഓക്സിഡൈസ് ചെയ്യപ്പെടുമ്പോൾ ATPയുടെ 3 തന്മാത്രകൾ ഉണ്ടാകുന്നു. FADH2വിൻ്റെ ഒരു തന്മാത്രയിൽ നിന്ന് ATPയുടെ 2 തന്മാത്രകൾ ഉണ്ടാകുന്നു. Although the aerobic process of respiration takes place only in the presence of oxygen, the role of oxygen is limited to the terminal stage of the process. എയറോബിക് റെസ്പിറേഷൻ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കൂ. എന്നാലും ഓക്സിജൻ്റെ പങ്ക് ഈ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് നടക്കുന്നത്. ഓക്സിജൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. കാരണം ഓക്സിജനാണ് ഈ വ്യവസ്ഥയിലെ ഹൈഡ്രജനെ നീക്കം ചെയ്ത് മുഴുവൻ പ്രക്രിയയെയും മുന്നോട്ട് നയിക്കുന്നത്. Yet the presence of oxygen is vital since it drives the whole process by removing hydrogen from the system. അവസാനത്തെ ഹൈഡ്രജൻ സ്വീകർത്താവായി വർത്തിക്കുന്നത് ഓക്സിജനാണ്. Oxygen acts as the final hydrogen acceptor. ഫോട്ടോഫോസ്ഫോറിലേഷനിൽ സൺലൈറ്റ് ആണ് ഫോസ്ഫോറിലേഷൻ ആവശ്യമായ പ്രോട്ടോൺ ഗാഢതാ വ്യതിയാനം രൂപപ്പെടുന്നതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ശ്വസനത്തിൽ ഇത് നിർവഹിക്കുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്ന എനർജിയാണ്. അതിനാൽ ഈ പ്രക്രിയയെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നു. അൺലൈക്ക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, where it is the light energy that is utilized for the production of proton gradient required for phosphorylation. In respiration, it is the energy of oxidation reduction utilized for the same process. It is for this reason that the process is called oxidative phosphorylation. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ: ETS is occurring on the inner mitochondrial membrane. Question number 5. Breakdown of glucose in respiration is listed under glycolysis and Krebs cycle. ശ്വസന പ്രക്രിയയിൽ ഗ്ലൂക്കോസ് വിഘടിക്കുന്നത് ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് സൈക്കിൾ എന്നീ 2 ഘട്ടങ്ങളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ലൊക്കേറ്റ് ദി സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ ഇൻ ദി സെൽ. കോശത്തിൽ ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും നടക്കുന്ന സ്ഥാനങ്ങൾ ഏവ? ആൻസർ: glycolysis is occurring in the cytoplasm or cytosol, and the Krebs cycle is occurring in mitochondria. Question number 6. Analyze the given statements and correct them with respect to the underlined words. തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് അടിവരയിട്ടിരിക്കുന്ന പദത്തെ ആസ്പദമാക്കി തെറ്റ് തിരുത്തുക. എ. ശ്വസനം ഒരു അനബോളിക് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. Respiration is an amphibolic pathway. It is having both catabolic and metabolic activities. In other words, oxidative and reductive processes are occurring during the respiration. So it is an amphibolic pathway. Question number 7. Aerobic respiration and anaerobic respiration starts with a common pathway. Identify the pathway and its end product. വായു ശ്വസനത്തിലും അവായു ശ്വസനത്തിലും കാണപ്പെടുന്ന പൊതുവായ പ്രക്രിയ എന്ത്? ഈ പ്രക്രിയയുടെ ഫലമായുണ്ടാവുന്ന ഉൽപ്പന്നം എന്ത്? ആൻസർ: ഗ്ലൈക്കോളിസിസ് ഓർ EMB pathway, Embden-Meyerhof-Parnas pathway, is the common pathway which is common for aerobic and anaerobic respiration. It is the starting phase of the reactions. And the end product of the glycolysis is pyruvic acid. These pyruvic acid molecules are entering into the Krebs cycle for the energy releasing process later. And remember, the glycolysis process is occurring in cytoplasm of a cell.
In glycolysis, partial oxidation of glucose is occurring to form 2 molecules of pyruvic acid. Question number 8. Observe the illustration given below and answer the following questions. താഴെ തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. എ. ഐഡൻറ്റിഫൈ ദി സൈക്ലിക് പാത്വേ. തന്നിരിക്കുന്ന ചാക്രിക പ്രക്രിയ തിരിച്ചറിയുക. ബി. വേർ ഡസ് ഇറ്റ് ഒക്കർ. ബി. ഇത് എവിടെ വച്ച് നടക്കുന്നു. സി. ഐഡൻറ്റിഫൈ ദി സ്റ്റെപ്സ് ഇൻ ദിസ് പാത്വേ ഇൻ വിച്ച് ഡീകാർബോക്സിലേഷൻ ടേക്സ് പ്ലേസ്. ഈ പ്രക്രിയയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ഏതെല്ലാം ഘട്ടത്തിലെന്ന് വ്യക്തമാക്കുക. ആൻസർ എ. ദി cyclic process shown in the diagram is Krebs cycle or tricarboxylic acid cycle, TCA cycle, or citric acid cycle. Answer to B question. The cyclic process is occurring in the mitochondria or mitochondrial matrix. The release of carbon dioxide from a compound is called decarboxylation. ഒരു കോമ്പൗണ്ടിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡീകാർബോക്സിലേഷൻ. സോ ആൻസർ ടു സി. ഡീകാർബോക്സിലേഷൻ പ്രോസസ് ഒക്കറിങ് ഇൻ 3 places ആസ് given in the diagram. Conversion of pyruvic acid to acetyl coenzyme A is one part where the decarboxylation occurs. Second stage, citric acid is converted to alpha ketoglutaric acid is another place where carbon dioxide is released. Then third part is alpha ketoglutaric acid is converted to succinic acid. So in these 3 stages decarboxylation process occurs. Question number 9. Observe the given figure and answer the questions. താഴെ തന്നിരിക്കുന്ന രേഖാചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ഐഡൻറ്റിഫൈ ദി സൈക്കിൾ ആൻഡ് നെയിം ദി സയൻറ്റിസ്റ്റ് ഹു ട്രേസ്ഡ് ദി പാത്വേ. തന്നിരിക്കുന്ന ചാക്രിക പ്രക്രിയയുടെ പേരും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനും ആരെന്ന് വ്യക്തമാക്കുക. ബി. കംപ്ലീറ്റ് ദി സൈക്കിൾ ബൈ ഫില്ലിംഗ് എ, ബി, സി ആൻഡ് ഡി ഇൻ ദി ബോക്സസ്. ABCD അടയാളപ്പെടുത്തി ചിത്രം പൂർത്തിയാക്കുക. സി. How many NADH and FADH2 are yielded during the complete oxidation of one molecule of pyruvate by this pathway? ഈ ചാക്രിക പ്രക്രിയയിലൂടെ ഒരു തന്മാത്ര പൈറുവിക് ആസിഡ് ഓക്സീകരണത്തിന് വിധേയമാക്കുമ്പോൾ എത്ര NADHഉം FADH2ഉം ഉണ്ടാകുന്നുവെന്ന് വ്യക്തമാക്കുക. ആൻസർ എ. Krebs cycle or tricarboxylic acid cycle or TCA cycle. It is also called citric acid cycle. The scientist who discovered this cycle process is Hans Krebs. Answer to B question. The labelings A is acetyl coenzyme A, B citric acid or citrate, C succinic acid or succinate or succinyl coenzyme A, and D oxaloacetic acid OAA. Question number C, the answer. 4 molecules of NADH are produced in a Krebs cycle and 1 molecule of FADH2 is also produced during this cycle. Question number 10. Observe the incomplete schematic representation given below and answer the questions. താഴെ തന്നിരിക്കുന്ന അപൂർണ രേഖാചിത്രം പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഗ്ലൂക്കോസ് എ, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 biphosphate is divided into 2, dihydroxyacetone phosphate and B, then 3-phosphoglyceric acid to C to D and last pyruvic acid. A. Identify this pathway common for both aerobic and anaerobic respiration. വായു ശ്വസനത്തിനും അവായു ശ്വസനത്തിനും പൊതുവായ ഈ പന്ഥാവ് ഏത്? ബി. കംപ്ലീറ്റ് ദി സ്കീം ബൈ ഫില്ലിംഗ് ദി ബോക്സസ് എ, ബി, സി ആൻഡ് ഡി. ABCD കളങ്ങൾ പൂരിപ്പിച്ച് രേഖാചിത്രം പൂർത്തിയാക്കുക.
C. Mention 3 major ways in which different cells handle pyruvic acid produced by this pathway. തന്നിരിക്കുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്ന പൈറുവിക് ആസിഡ് മോളിക്യൂളിലെ പൈറുവിക് ആസിഡിനെ വ്യത്യസ്ത കോശങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 വഴികൾ ഏവ? ആൻസർ ടു എ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഗ്ലൈക്കോളിസിസ് ഓർ EMB pathway. B ക്വസ്റ്റ്യൻ fill the blanks ആണ്. A glucose 6-phosphate, B triose phosphate or glyceraldehyde 3-phosphate or 3-PGAL. ഏത് പേര് വേണമെങ്കിലും ചേർക്കാം. C 2-phosphoglyceric acid and D 2-phosphoenol pyruvic acid or PEP. 3 ways are: 1. The pyruvic acid is entering into lactic acid fermentation in muscle cells in animal's body. Alcoholic fermentation in yeast, where alcohol is produced from the pyruvic acid molecules. And pyruvic acid, when it enters into aerobic respiration, it completes its oxidation to release the complete amount of energy. Question 11. The TCA cycle starts with the condensation of acetyl group with OAA and water to yield citric acid. സിട്രിക് ആസിഡ് ഉണ്ടാവുന്നതിന് വേണ്ടി TCA സൈക്കിൾ തുടങ്ങുന്നത് OAAയും ജലവും കൂടി ചേർന്ന് അസറ്റൈൽ ഗ്രൂപ്പിൻ്റെ കണ്ടൻസേഷനോടെയാണ്. എ. നെയിം ദി എൻസൈം കാറ്റലൈസിങ് ദി റിയാക്ഷൻ. ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന രാസാഗ്നി ഏത്? ബി. ഹൗ മെനി NADH plus H plus molecules are produced in TCA cycle? എത്ര NADH plus H plus തന്മാത്ര നിർമ്മിക്കപ്പെടുന്നു? സി. ഹൗ മെനി FADH2 molecules are produced? എത്ര തന്മാത്ര FADH2 നിർമ്മിക്കപ്പെടുന്നു? ആൻഡ് ഡി. ഹൗ മെനി ATP molecules are produced? എത്ര ATP തന്മാത്ര നിർമ്മിക്കപ്പെടുന്നു? ആൻസർ എ. Citrate synthetase is the enzyme which is used to form the citric acid from acetyl coenzyme A and OAA. The big question, there are 6 NADH plus H plus molecules are produced. C. 2 FADH2 molecules are produced. And D. 2 ATP molecules are directly synthesized from the conversion of 2 GTP molecules in a Krebs cycle. Question number 12. Glycolysis and Krebs cycle are the 2 important steps in aerobic respiration. Suggest where exactly in the cell these events takes place. ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും എയറോബിക് റെസ്പിറേഷനിലെ 2 പ്രധാന ഘട്ടങ്ങളാണ്. ഒരു കോശത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇവ ഓരോന്ന് സംഭവിക്കുന്നത്? ആൻസർ. Glycolysis is occurring in cytoplasm and Krebs cycle is occurring in mitochondrial matrix. Question number 13. Plants are living organisms respiring just like animals, taking in oxygen and giving out carbon dioxide, but they are without any organ for this purpose. Mention any 2 reasons for it. സസ്യങ്ങളും ജന്തുക്കളെ പോലെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിട്ടും ശ്വസനം നിർവഹിക്കുന്ന ജീവികളാണ്. പക്ഷേ അവയ്ക്ക് ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക ശ്വസന അവയവങ്ങൾ ഇല്ല. ഇതിന് ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക. ആൻസർ. പ്രസൻസ് ഓഫ് സ്റ്റൊമേറ്റ ആൻഡ് ലെൻറ്റിസെൽസ് ഫോർ ഗേഷ്യസ് എക്സ്ചേഞ്ച്. ആൻഡ് നമ്പർ 2. ലൂസ് പാക്കേജ് ഓഫ് പാരങ്കൈമ ഇൻ സ്റ്റെംസ് ഓർ ഇൻ ലീവ്സ് ആൻഡ് റൂട്ട്സ് പ്രൊവൈഡ് ഇൻ്റർകണക്റ്റഡ് എയർ സ്പേസസ്. സസ്യങ്ങളിൽ പ്രത്യേകമായ ഒരു ശ്വസനാവയവം ഇല്ല എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം സസ്യങ്ങളുടെ മിക്കവാറും ലിവിങ് സെൽസ് എല്ലാം എയറുമായിട്ട് നേരിട്ടുള്ള കോണ്ടാക്റ്റിൽ ഉള്ളതായത് കൊണ്ടാണ്. ലെൻറ്റിസെൽസ് വഴിയും ലൂസിലി അറേഞ്ച്ഡ് പാരങ്കൈമ സെൽസും അത് സ്റ്റെമ്മിലാകട്ടെ ലീവ്സിലാകട്ടെ എയർ ക്യാവിറ്റീസ് ധാരാളം ഉണ്ട്. അതിനാൽ അന്തരീക്ഷവുമായി നേരിട്ടുള്ള ഒരു ഗ്യാഷ്യസ് എക്സ്ചേഞ്ചാണ് ഈ കവാടങ്ങളിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റ്സിൽ പ്രത്യേക ശ്വസനാവയവങ്ങൾ ഇല്ല. നമ്പർ 14.
Suggest a method for finding out the biochemical compound used as the respiratory substrate in plants. സസ്യങ്ങളിൽ ശ്വസനത്തിനായി ഉപയോഗിക്കപ്പെടുന്ന പദാർത്ഥം ഏത് ജൈവ സംയുക്തമാണ് നിർണ്ണയിക്കുവാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. ആൻസർ: ഫൈൻഡ് ഔട്ട് RQ റെസ്പിറേറ്ററി കോഷ്യന്റ് ബൈ റെസ്പിറോമീറ്റർ. റെസ്പിറോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് RQ അളക്കാൻ കഴിയും. RQ മീൻസ് റെസ്പിറേറ്ററി കോഷ്യന്റ്. പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും അകത്തേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജൻ്റെ അളവും തമ്മിലുള്ള റേഷ്യോ ആണ് RQ അല്ലെങ്കിൽ റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്നറിയപ്പെടുന്നത്. ഇത് റെസ്പിറോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഏത് ജൈവ സംയുക്തമാണ് എന്ന് RQ നിർണ്ണയിക്കുന്നതിലൂടെ, റെസ്പിറേറ്ററി കോഷ്യൻ്റ് നിർണ്ണയിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 15. പ്ലാന്റ്സ് റെസ്പയർ യൂസിങ് ഗ്ലൂക്കോസ് ആസ് ദി സബ്സ്ട്രേറ്റ്. സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് ശ്വസനം നടത്തുന്നു. എ. നെയിം ദി 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. 2 തരം ശ്വസന രീതികൾ ഏതെല്ലാം? ബി. എമംഗ് ദി 2 ടൈപ്സ് വിച്ച് വൺ ഈസ് മോർ എഫിഷ്യൻറ്റ്? ക്രിട്ടിക്കലി ഇവാലുവേറ്റ്. ഇതിൽ കൂടുതൽ കാര്യക്ഷമമായത് ഏത്? വിലയിരുത്തുക. ആൻസർ: എ. എയ്റോബിക് റെസ്പിറേഷൻ ആൻഡ് അൺഎയ്റോബിക് റെസ്പിറേഷൻ ആർ ദി 2 ടൈപ്സ് ഓഫ് respirations. Answer to B question. Aerobic respiration is more efficient. Aerobic respiration is the complete oxidation of glucose. The net gain of ATP in aerobic respiration is 36, but in anaerobic respiration is 2. In aerobic respiration, oxidative phosphorylation leads to the formation of more number of ATP molecules, so that the aerobic respiration is more efficient than the anaerobic respiration. Question number 16. Respiration is viewed most simply as the oxidative production of ATP. Justify the statement. Oxidative production of ATP എന്ന് റെസ്പിറേഷനെ വിശേഷിപ്പിക്കാറുണ്ട്. ന്യായീകരിക്കുക. ആൻസർ: the energy releasing process by oxidation of organic food materials in the living cells is called respiration. During this process, the energy contained in the food is released and is trapped in the ATP molecules. NADH plus H plus and FADH2 formed during the various steps of respiration are oxidized, and protons, hydrogen ions, and electrons are released. These electrons are transported to the oxygen through a series of electron carriers in the electron transport system, and their energy is stored in ATP molecules. So, respiration is a process of oxidative production of ATP. 45% of energy released during the oxidation of one glucose molecule is stored in 38 ATP molecules. Question number 17. Plant physiologists observed a relationship between respiration and salt absorption. Is absorption of salt increased due to respiration? Explain. റെസ്പിറേഷനും സോൾട്ട് അബ്സോർപ്ഷനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പ്ലാന്റ് ഫിസിയോളജിസ്റ്റുകൾ വിലയിരുത്തുന്നു. റെസ്പിറേഷൻ മൂലം സോൾട്ട് അബ്സോർപ്ഷൻ കൂടുമോ? വിവരിക്കുക. ആൻസർ: യെസ്. ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ, ദി എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദി ഫോം ഓഫ് ATP. This energy is used for the active absorption of salt. During mineral absorption, active absorption of minerals is occurring in the plant. For that active absorption, energy is used. That energy is usually coming from as a result of the respiration. Number 18. Observe the relationship between the first 2 terms and fill up the blanks. ആദ്യത്തെ 2 പദങ്ങളുടെ ബന്ധം നിരീക്ഷിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പദത്തിന് അനുയോജ്യമായ പദം എഴുതുക. എ. ഈസ്റ്റ്, എഥനോൾ, മസിൽ, ഡാഷ്. ബി. ഗ്ലൈക്കോളിസിസ്, സൈറ്റോപ്ലാസം, ക്രബ് സൈക്കിൾ, ഡാഷ്. ആൻസർ: ഈസ്റ്റ് ഈസ് എഥനോൾ, മസിൽ ടു ലാക്റ്റിക് ആസിഡ്, ആൻഡ് ബി. ഗ്ലൈക്കോളിസിസ് ഈസ് ടു സൈറ്റോപ്ലാസം ആൻഡ് ക്രബ് സൈക്കിൾ ടു mitochondria. 19. RQ values of different respiratory substrates are given below. Identify the substrate. വിവിധ ശ്വസന വസ്തുക്കളുടെ RQ വിലകൾ താഴെ കൊടുത്തിരിക്കുന്നു.
വസ്തുക്കൾ ഏതെന്ന് കണ്ടുപിടിച്ചെഴുതുക. എ. ആർ ക്യൂ ഈസ് ഈക്വൽ ടു 1. ബി. ആർ ക്യൂ ഈസ് ലെസ് ദാൻ 1. ആൻസർ എ. ഇഫ് ആർ ക്യൂ ഈസ് 1 ഇറ്റ് ഈസ് carbohydrate. B. If RQ is less than 1, it is fat or protein. Question number 20. Anaerobic respiration produces less energy than aerobic respiration. Why? അവായു ശ്വസനത്തിൽ വായു ശ്വസനത്തേക്കാൾ കുറച്ച് ഊർജ്ജം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ആൻസർ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഈസ് ഓൺലി പാർഷ്യലി ഓക്സിഡൈസ്ഡ്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് മുഴുവനായും ഓക്സിഡൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് മുഴുവൻ എനർജിയും റിലീസ് ചെയ്യപ്പെടാത്തത്. 21. ദി ടെർമിനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇൻ ETS ഈസ്. ETSിലെ അവസാന ഇലക്ട്രോൺ സ്വീകർത്താവാണ് ഡാഷ്. ആൻസർ ഓക്സിജൻ. Question number 22. A seed released 102 molecules of carbon dioxide by utilizing 145 molecules of oxygen at a stage of its germination. ഒരു വിത്ത് അതിൻ്റെ ബീജാങ്കുരണത്തിലെ ഒരു ഘട്ടത്തിൽ 145 ഓക്സിജൻ തന്മാത്രകൾ ഉപയോഗിക്കുകയും 102 കാർബൺ ഡയോക്സൈഡ് തന്മാത്രകൾ പുറത്തു വിടുകയും ചെയ്തു. എ. കാൽക്കുലേറ്റ് ദി RQ വാല്യൂ. RQ അളവ് കണക്കാക്കുക. ബി. നെയിം ദി റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൻ്റെ പേരെഴുതുക. ആൻസർ എ. RQ ഈസ് ഈക്വൽ ടു volume of carbon dioxide evolved divided by volume of oxygen consumed. So if we attribute the values of carbon dioxide and oxygen, RQ equals 102 CO2 divided by 145 O2 equals 102 divided by 145, that's equal 0.7. This is a value which is below 1. So the answer to the second question, respiratory substrate, is fat. Question number 23. Incomplete oxidation of food materials in the absence of oxygen is anaerobic respiration. ഓക്സിജൻ്റെ അഭാവത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ അപൂർണമായി ഓക്സിഡേഷൻ ചെയ്യുന്നതാണ് അവായു ശ്വസനം. എ. Give an example of a microorganism which carries out this type of respiration. ഇത്തരം ശ്വസനം നടത്തുന്ന ഒരു സൂക്ഷ്മജീവിക്ക് ഉദാഹരണം എഴുതുക. ബി. Where does anaerobic respiration occur in humans? മനുഷ്യരിൽ അവായു ശ്വസനം എവിടെ നടക്കുന്നു? സി. What is the net gain of ATP during this process? ഈ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ATPയുടെ ആകെ നേട്ടമെത്ര? ആൻസർ An example of a microorganism in which anaerobic respiration occurring is bacteria. Answer to the big question. In skeletal muscles, due to the strenuous exercise and all, the anaerobic respiration occurs in humans. And question C. 2 ATP molecules only produced during the anaerobic respiration. Question number 24. Observe the diagram given below showing the ATP synthesis in complex 5 of ETS and answer the questions. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ETSിലെ കോംപ്ലക്സ് 5ലെ ATP ഉൽപ്പാദനം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. Which is the site for ATP synthesis? ATPയുടെ നിർമ്മാണ സ്ഥാനം ഏത്? ബി. Name the enzyme involved in ATP synthesis. ATPയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന രാസാഗ്നിയുടെ പേരെഴുതുക. സി. Which physical force activates the transport of protein through the membrane? സ്ഥലത്തിൽ കൂടിയുള്ള പ്രോട്ടോണിൻ്റെ സഞ്ചാരത്തെ ത്വരിതപ്പെടുത്തുന്ന ശക്തി ഏത്? ആൻസർ F1 of the complex 5 is the site for ATP synthesis. B. ATP synthase is the enzyme involved in ATP synthesis. C. The proton gradient is the physical force activates the transport of proton through the membrane. Thanks for watching. നന്നായി പഠിക്കുക, നന്നായി തയ്യാറാവുക, നന്നായി പരീക്ഷ എഴുതുക, നന്നായി വരട്ടെ, നന്നായി വിജയിക്കുക. Subscribe Raju Science World for more videos.